വന്നിട്ടെന്നാ ഇപ്പൊ ഓക്കെ. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വേറെ തരത്തിലൊരു ഇൻട്രോ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കലോത്സവത്തിൻ്റെയും അതും ഇതൊക്കെ ആയിട്ട് ഓരോ വ്ളോഗുകളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസത്തെ ഒരു വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ ആണ്. അപ്പോൾ പിള്ളേർക്ക് ഇന്ന് മ്യൂസിക് ക്ലാസ്സിന് പോകണം. രണ്ടുപേരും രണ്ട് സമയത്താണ് കേട്ടോ ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നത്. ആദ്യക്കാണെങ്കിൽ നേരത്തെ പോകണം, മാമിക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ ഇവരെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ആദിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അവന് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഉച്ചയ്ക്കൊന്ന് ഇറങ്ങണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുട്ടാണ്. അപ്പോൾ സൺഡേ മോർണിംഗ് ആണ്. മാത്രമല്ല നമുക്കൊരു തിക്കും തിരക്കില്ലാത്തൊരു ദിവസമല്ലേ. ഭയങ്കര സ്ലോയിലിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിലും ഞാൻ സ്ലോ എന്നാലും ഒരു സമാധാനത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ അതൊരു പണി തന്നെയാണ്. സത്യം പറഞ്ഞാൽ അതൊരു ആയാസകരമായ പണിയാണെങ്കിൽ പോലും അതിന് ഒരു സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യല്ലേ. അപ്പം അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കാലത്തിൻ്റെ അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമേ ഈ നട്ട്സ് എടുത്തൊക്കെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ കയ്യിലെടുത്ത് കൊടുത്താലും പോലും കഴിക്കില്ല. അപ്പോൾ എന്തോ തോന്നിയിട്ട് ആൾ ബദാം ഇതൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ കാഷ്വൽ വർത്തമാനങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടാണ്. പിന്നെ ഈ നാളികേരം ചെരുകണത് ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്നുണ്ട്, റിലയൻസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ ചിരവയിൽ ചിരവുന്നതിനേക്കാളും ശരിയായില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ ഈ മെഷീനിൽ. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബലം പ്രയോഗിക്കണം തോന്നി, ഇങ്ങനെ പിടിച്ചമർത്തണം. പക്ഷെ പിന്നെയൊക്കെ കുറച്ച് ഈസി ആയിട്ടായിട്ട് തോന്നി. ഈ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ റൈസ് കുക്കറിൽ ചോറൊക്കെ നേരത്തെ തന്നെ ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പുട്ടുണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ എളുപ്പമല്ലേ അല്ലേ. എന്തെങ്കിലും വരയ്ക്കാനോ കാര്യങ്ങളൊക്കെ മറന്നുണ്ടെങ്കിൽ പുട്ടാണ് കുറച്ചും കൂടി ഈസി. ആദ്യം ഞങ്ങളുടെ ഇവിടെ ചിരട്ട പുട്ടുണ്ടല്ലോ, അതായിരുന്നു. അതാകുമ്പോൾ കുറേ തവണ ഉണ്ടാക്കണം. ഈ പുട്ടുകുറ്റി ഉണ്ടല്ലോ, അത് മേടിച്ച പിന്നെ ഒരു 2 കുറ്റി പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും കഴിക്കുള്ളൂ. ഞങ്ങൾ അത്ര അധികം ഫുഡ് ക്വാണ്ടിറ്റി കഴിക്കുന്ന ആൾക്കാരല്ല. പിന്നെ നമ്മുടെ കടല എങ്ങനെ ആവണം, കടലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കഴിക്കും. പക്ഷെ ഇന്ന് പാഴായിരുന്നു കേട്ടോ. ബാത്റൂം സിംഗർ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആദ്യ പക്ക ബാത്റൂം സിംഗറാണ് കേട്ടോ. ബാത്റൂമിൽ കയറി അവൻ എല്ലാ പാട്ടിനും ഈണവും വരികളെല്ലാം വരും. പക്ഷെ അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ ട്യൂണ് പോവും, വരികൾ മറക്കും അവൻ. അങ്ങനെയാണ്. എന്തൊക്കെ പാട്ടുകളാണ് പാടുന്നതെന്നറിയോ? ഭക്തിഗാനങ്ങളടക്കം പല പല പാട്ടുകളും കേൾക്കാം. എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ പറ്റുക അത്രയോ ഉറക്കെയാണ് കേട്ടോ ആദ്യം പാട്ട് പാടുന്നത്. അങ്ങനെ. അപ്പോൾ പിന്നെ കാലത്ത് പാൽച്ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൺഡേസിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ കേട്ടോ. കോഫിയോ ചായയോ ഒക്കെ സാധാരണ. അല്ലെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ ഡെയിലി ചായ ഒന്നും കൊടുക്കാറൊന്നുമില്ല. ചേട്ടൻ ചായ കുടിക്കും, അത് കട്ടൻ ചായ ആയിരിക്കും മെയിൻലി. അതിങ്ങനെ പാടുന്നോണ്ടാണ് കേട്ടോ അവനെ മ്യൂസിക് ക്ലാസ്സിൽ വിട്ടതും. തുടക്കത്തിൽ ഒരു മടിയായിട്ട് പിന്നെ അവൻ നിർത്തി. ഇപ്പം വീണ്ടും രണ്ടാമത് റീജോയിൻ ചെയ്തതാണ് കേട്ടോ. അവന് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നേ, പക്ഷെ അവനത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ ചെയ്യണ ഓരോ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ ആദിക്കാണ് കേട്ടോ നേരത്തെ പോകണ്ടേ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഷഞ്ജുനയുടെ കൂടെയാണ് തോന്നുന്നുണ്ട് പോയത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നേരത്തെ തന്നെ അവൻ്റെ ഫുഡ് കൊടുക്കാൻ ഇരുത്തിയിട്ടോ. കാരണം ഫസ്റ്റ് പുട്ട് നമ്മുടെ ഒരു കുറ്റി പുട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാരുത്താന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആവും. പഴമൊന്നും കുഴക്കില്ല, പച്ചയ്ക്കേ തിന്നുള്ളൂ. പുട്ട് ചോറായാലും എല്ലാം പച്ചയ്ക്ക് ഇരുന്ന് തിന്നും. എങ്ങനെയാണാവോ അത് കഴിച്ചിറക്കണേന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ പച്ചയ്ക്ക് തിന്നുന്നേ. അതെ, നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിച്ചാലല്ലേ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷെ ഇവൻ അങ്ങനെയാണ് കേട്ടോ.
അപ്പം അതിൻ്റെ ഇടയിലാണ് വേറൊരു ഷോപ്പിംഗ് പ്ലാൻ കയറി വന്നത് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയാം. എങ്ങനെയാ പറയാ, ഫ്രണ്ട്സ് ആണോ സിസ്റ്റേഴ്സ് ആണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ റിലേഷൻഷിപ്പിന് വിളിക്കാം. അത്രയ്ക്ക് ബോണ്ടായിട്ടുള്ള ബോണ്ടായിട്ടുള്ള ഞങ്ങൾ കേട്ടോ. നിങ്ങൾ അമ്മുവിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അഖിലയും അമ്മൊക്കെ ഞങ്ങൾ ജസ്റ്റ് ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ തോറ്റമ്പാട്ട് വരുന്നുണ്ട് ഗൈസ് ജാനുവരിയിൽ. അപ്പം ഞാനത് വ്ളോഗ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ്, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ദിവസങ്ങളാണ്. അപ്പം ഞാൻ 2 ദിവസത്തെ വ്ളോഗ് ചെയ്യാം. അപ്പോഴത്തേനും എൻ്റെ ഫോണൊക്കെ ഒന്ന് ശരിയാക്കണം, മീൻസ് മെമ്മറിയൊക്കെ കുറച്ചും കൂടി ആക്കി വെക്കണം. കാരണം തോറ്റമ്പാട്ടിൻ്റെ കളങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്, പാട്ടുകൾ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നല്ലതായിരിക്കും എന്ന് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആമീനെ നേരെ മ്യൂസിക് ക്ലാസ്സിലാക്കി ആദീനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത്, ആദീനും മിന്നുനും കുഞ്ഞിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകാമെന്നാണ് കേട്ടോ കരുതിയത്. അപ്പോൾ കാറിൽ പാട്ട് വെച്ചുള്ളതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഞങ്ങൾ സംസാരിക്കുന്ന ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം. നമുക്കിപ്പോൾ ജില്ലാ കലോത്സവങ്ങൾ കഴിയുമ്പോൾ പിള്ളേരുടെ ഫോട്ടോസ് ന്യൂസ് പേപ്പറുകളിൽ വരും. അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ കേട്ടോ. അപ്പോൾ മിന്നുൻ്റെ ഡ്രാമയുടെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നില്ല. ആമയുടെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് KSFE പോയപ്പോഴാണ് മലയാള മനോരമ പേപ്പർ കിട്ടിയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാക്സിലേക്കാണ് കേട്ടോ പോയത്. പടിഞ്ഞാറേ കോട്ടയുടെ അവിടെയുള്ള മാക്സിലേക്കാണ് പോയത്. നമുക്ക് ഹൈലൈറ്റ് മാളിൽ അങ്ങനെ പോയാൽ മതിയായിരുന്നു. പക്ഷേ അവിടേക്ക് പോകാനുള്ള സമയം ആ ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ അവന് വ്യാഴാഴ്ചയായിരുന്നു ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നത്. ഇനി വേറൊരു ദിവസം ഇറങ്ങാന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇന്ന് സൺഡേ അധികം സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് പോയൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-2 ട്രയലൊക്കെ ചെയ്തു. ആദ്യക്ക് അങ്ങനെ ഡ്രസ്സ് കിട്ടാന്ന് പറയുമ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ. അവന് ലെങ്ത് വൈസ് ഓക്കെ ആയ സൈസ് വണ്ണുള്ളത് കുറച്ച് ലൂസായിരിക്കും തുണി. അങ്ങനെയാണ് അവൻ്റെ മൊത്തത്തിലുള്ളൊരു ഫിറ്റിങ്സ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പാൻ്റായാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വന്നൊരു പ്ലാനിൻ്റെ പേരിൽ ഞങ്ങൾ വീണ്ടും ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അത് ചേട്ടൻ്റെ ആദ്യം കൂടെ ഒന്നല്ല, ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ഗഡീസ് ഉണ്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്, ആമയടക്കം 4 പേര്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതേപോലെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് അധികം പർച്ചേസിങ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഒരു ഞായറാഴ്ച ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് കളയണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു കേട്ടോ. അപ്പോൾ ആദ്യം അഭിച്ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഭിച്ചേട്ടൻ ഏതോ സൈറ്റിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ അഭിച്ചേട്ടൻ അഭിച്ചേട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അഭിച്ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ സൈറ്റിൽ പോകേണ്ടതുകൊണ്ട് അഭിച്ചേട്ടൻ കാറ് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ പോകുന്നത് ഒരു വൈബാണല്ലോ, നമുക്ക് തന്നെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾ കാളത്തോട് എൻ്റെ 2 വീലർ അവിടെ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ എങ്ങനെ പോകണം എന്നൊക്കെയുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അഖിലും അമ്മു. ഞങ്ങളെല്ലാവരും പല ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. നമ്മൾ ശരിക്കും ഫ്രണ്ട്സ്, ഒരു ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേ പറയുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ വയ്ക്കാത്ത ആൾക്കാരായിരിക്കും എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ ചുറ്റുമുള്ളവർ ഒരു വിധം അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. അപ്പം ഞങ്ങൾ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങൾ കല്യാണി കോട്ടൺ സാരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയലും ലൈനിങ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വാങ്ങിക്കാനാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ കല്യാണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, പാലസ് റോഡിലുള്ള കല്യാണിലേക്ക്. അപ്പോൾ പിന്നെ കണ്ടോ നടക്കണുണ്ട്, ഞാൻ പറഞ്ഞു പല ഏജ് കാറ്റഗറി ആയാലും ഞങ്ങളുടെ നടപ്പ് കണ്ട് അങ്ങനെ തോന്നില്ല. അങ്ങനെ അതിൻ്റെ ഓരോ ചളി പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രം അവിടെ നിന്ന് മെറ്റീരിയൽ കറക്റ്റ് മാച്ചിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് പുളിമൂട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ 2 കടയിലും കയറിയിട്ട് വരാമല്ലോ. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഹീറോ എന്ന് പറയുന്ന ഒരു പഴയ ഹോട്ടലുണ്ട് കേട്ടോ. അത്യാവശ്യം പഴയതാണെന്ന് തോന്നുന്നു എനിക്ക്, കാരണം കുറേ നാളായിട്ടുണ്ട് അതവിടെ കാണണേ. അപ്പോൾ അവിടെ ചോക്ലേറ്റ് എന്തോ മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോഴത്തെ വലിയ വണ്ടുള്ള തേൻ മിഠായി ഇല്ലേ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കൂട്ടി തേനിലാവ് അവിടെ തന്നെ കഴിച്ചു. അത് നല്ല നിറച്ച് ഷുഗർ സിറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവർ കഴിക്കണം കണ്ടിട്ട് കൊതിയായിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഷോപ്പിംഗ് പുളിമൂട്ടിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോയത്. അവിടെ നിന്നും കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വരാ നടക്കാന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ പിന്നെ ഓട്ടോയിലിരുന്ന നെല്ലിക്കയും മാങ്ങയും ഒക്കെ കഴിച്ചു. ഇത് തിന്നണ വീഡിയോ കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു. എനിക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കുടിക്കും കേട്ടോ. ചിലവർക്ക് അതൊക്കെ പ്രശ്നമായിരിക്കും, ഞാൻ കഴിക്കാറുണ്ട്.
അങ്ങനെ അതിൽ പച്ചമുളക് വരെ ഞങ്ങൾ കഴിച്ച് വൃത്തിയാക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ മാച്ചിന് നെക്ലസും കാര്യങ്ങളൊക്കെ നോക്കി. കാരണം നമുക്ക് ഒരാൾ പോയി സെലക്ട് ചെയ്യുന്നതിനേക്കാളും 2-3 പേരുണ്ടെങ്കിൽ അവർ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ അവിടെ ഹോൾസെയിൽ കടയിലൊക്കെ ഞങ്ങൾ കയറി നോക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും അഭിചേട്ടൻ വിളിച്ചു. അഭിചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മനുഷ്യേട്ടൻ്റെ അവിടെ പള്ളിയിൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണം, അപ്പോൾ അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കാൻ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൂടിക്കഴിഞ്ഞ ഒരു ഷെയ്ക്ക്, എന്തെങ്കിലും ഒരു സ്നാക്ക് അത്ര തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമല്ലോ. അപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ കുടിച്ചൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് തന്നെ എത്തിയിട്ടോ. ലാസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ മാംഗോ ലസ്സിയും പിന്നെ ഒരു കട്ട്ലേറ്റും കഴിച്ച് ഞങ്ങൾ പിരിയ ചെയ്തേ. അങ്ങനെ ഇങ്ങനെ നടക്കുക വർത്താനം പറഞ്ഞ് ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറേ കോമൺ ടോപ്പിക്സ് ഉണ്ട്. കുറേ ഈ കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ. കൂടെ വന്നതിൽ അഖിലേക്ക് മാത്രം കേട്ടോ ബസ് എവിടെ നിന്നാണ് കയറണ്ടേ, എപ്പോഴാണ് ബസ് വരാമെന്നൊക്കെ അറിയുള്ളൂ. എനിക്ക് വലിയ പരിചയമില്ല. കാരണം അത് വലിയ ഇതായിട്ട് പറയുമെന്നല്ല, ഞാൻ 2 വീലറിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ബസ്സിൻ്റെ ടൈമോ എവിടെ നിന്നാണ് ബസ് കയറാം അങ്ങനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല, അതിനെപ്പറ്റി അന്വേഷിക്കാറില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ കയറി സെയിം ഷോപ്പിൽ തന്നെ കയറി അന്ന് കഴിച്ച മാംഗോ ലസ്സി തന്നെ ഞാൻ പറഞ്ഞു. അഖിലാക്കി മാംഗോ ലസ്സി വേണ്ട, അത് കുറച്ച് ഹെവി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ചേച്ചീനെ രണ്ടാമത് വിളിച്ചിട്ടൊക്കെയാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ചാന്തുപൊട്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ്, ഉള്ളിലോട്ട് കയറണം, അവിടെയാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒക്കെ ഒരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ച് സമയം ലേറ്റ് ആയി. അപ്പോഴത്തേനും ചേട്ടൻ എത്തേണ്ട ഞങ്ങൾക്ക് സമയമാണ്. പിന്നെ എൻ്റെ കസിൻ ഗോകുൽ തിരിച്ചു പോകായിരുന്നു, അപ്പോൾ അവിടേക്കും പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹറിബറി കൂട്ടി. പക്ഷേ നമ്മൾ ഹറിബറി കൂട്ടിയ കാര്യങ്ങൾ നടക്കില്ലല്ലോ, ബസ് വരാൻ നല്ലോണം ലേറ്റായി. അങ്ങനെ ഞങ്ങൾ 8ൻ്റെ പണി തന്നെ കിട്ടിയായിരുന്നു കേട്ടോ അന്ന്. നേരെ ഓടിക്കത്തിച്ചിട്ടാണ് ഞാൻ അന്ന് ആമയും വന്നത്. പക്ഷേ ആ ധൃതി ഞങ്ങളുടെ വർത്തമാനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ലൊരു വൈബിൽ വർത്തമാനം പറഞ്ഞിരുന്ന് ചളി അടിച്ച് ഇങ്ങനെ തന്നെ ഇരുന്നത് കണ്ടോ. ബസ് കാത്തിക്കിടന്ന് എത്ര നേരം ഞങ്ങൾ ബസ് നോക്കി നിന്നെന്ന് പറയും. കാരണം ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിൽ ബസ് അധികം നേരം ഇടാണ്ട് നമുക്ക് കളത്തോടെത്താൻ പറ്റണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ വീണ്ടും പൈസ ചിലവാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നിയിട്ടല്ല, വീട്ടിലേക്ക് പക്ഷെ എത്തണമല്ലോ എന്നാലോചിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ അമ്മു ഇറങ്ങി, അഖിൽ ഇറങ്ങി, ഗോകുൽ ഞാൻ പാപ്പൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. മാമിക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, എല്ലാവർക്കും അങ്ങനെ വീഡിയോ എടുക്കുന്ന വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവലിനെത്തി. നമ്മളൊരു മാംഗോ ലസ്സിക്കല്ലേ കഴിച്ചുള്ളൂ, എനിക്ക് വിശക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പയും മീൻകറി, പാനിപ്പൂരി, മെൽഫി ചേച്ചിയൊക്കെ പാനിപ്പൂരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പാനിപ്പൂരി എൻ്റെ ഫേവറേറ്റ് ആണല്ലോ. അങ്ങനെ അതൊരു 2 പ്ലേറ്റ് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കപ്പ മീൻകറി, പിന്നെ ഒരു ബ്രൗണി, പിന്നെ സോഡ സർബത്ത്, ഉപ്പിലിട്ട പൈനാപ്പിൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. അവിടെ നിന്ന് വയറ് നിറഞ്ഞ് പിന്നെ അവിടെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാട്ടം ചെയ്തത്. നല്ലൊരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ ഈ പ്ലാനിങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കാര്യമോ പുറത്തേക്ക് ഔട്ടിങ്ങിന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ കാര്യമോ ഒന്നും തന്നെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം കോയിൻസിഡൻ്റ് ആയിട്ട് വന്ന കാര്യങ്ങളാണ് കേട്ടോ അന്നത്തെ ദിവസം. പക്ഷേ നല്ല ദിവസമായിരുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ആ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഞാനിന്ന് എന്തൊക്കെയോ ചെയ്തു, കുറെ സന്തോഷിച്ചു എന്നൊക്കെയുള്ളൊരു തോന്നൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ ഫുഡ് ഫെസ്റ്റിവലിൽ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അധികം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി പള്ളിയുടെ മുറ്റത്ത് എങ്ങാനായിരുന്നെങ്കിൽ ആൾക്കാർ അറിഞ്ഞാൽ, കാരണം നമുക്ക് പള്ളിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കണമെന്ന് അറിയും കൂടി ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ മനുഷ്യരുടെ അടുത്ത് ഇങ്ങനെ ചളിയൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോന്നു. ഞാനതാ പറഞ്ഞ ഗെയിമും കൂടി കളിക്കും. എനിക്ക് തോന്നുന്നു ഗെയിമിന് അവർ പൈസ ചാർജ് ചെയ്തിട്ടായിരുന്നു കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ലൈറ്റ് ആയല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഗെയിമൊക്കെ കളിച്ചു. പക്ഷെ ജയിച്ചൊന്നുമില്ല കേട്ടോ എവിടെയും. നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് കാണുന്ന പല ഗെയിംസും ഇല്ലേ, ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ അപ്പുറത്ത് പല ജ്യൂസിൻ്റെ കുപ്പികൾ ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ടാവും. ആ ഓർഡറിൽ നമ്മൾ ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം അടിക്കും. അവിടെ ഗിഫ്റ്റ് ഇതൊക്കെ ബോക്സൊക്കെ വെച്ചിട്ട് അതൊക്കെ സമ്മാനം കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ആർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഈ ഗ്ലാസ് മറ്റേ സ്പഞ്ച് ബോളില്ലേ, സ്മൈലി ബോൾ കൊണ്ടൊന്നും എറിഞ്ഞിട്ട് വീഴുന്നുണ്ടായിരുന്നില്ലേ ഗൈസ്. ഞാൻ അവർക്ക് വലിയ മെനക്കെട്ടുള്ള പണി ഉണ്ടാക്കിയില്ല. ഞാൻ ആകെ കുറച്ച് ഗ്ലാസ് മാത്രമേ, ഞങ്ങൾ എല്ലാവരും മാറി മാറി കളിച്ചു കേട്ടോ.
പക്ഷെ അവിച്ചേട്ടനാന്ന് തോന്നുന്നു കുറച്ചും കൂടി അധികം ക്ലാസ് താഴെ ഇട്ടുണ്ടായിരുന്നത്. ഞാൻ ആകെ കുറച്ച് ക്ലാസ് ഇട്ടുണ്ടായിരുന്നല്ലോ. അവസാനം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ബോട്ടിലിൻ്റെ ഇതിലും ഒന്നും. ഈ ബോട്ടിലിൻ്റെ ഗെയിമൊക്കെ ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബിൽ കുറേ പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുറേ ഫോറിൻ കൺട്രീസിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. സാറക്കുട്ടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. സാറക്കുട്ടി എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചോരോന്നൊക്കെ ശരിയാക്കണ്ടായിരുന്നു. പക്ഷെ ഫുള്ളി ജയിച്ചൊന്നുമില്ല. പിന്നെ ക്ലാസ് എറിയണത് ഞങ്ങൾ മാറി മാറി ചെയ്ത് നോക്കിയിരുന്നേ. ബോളിന് കനലില്ലാത്തോണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് ആ ബോൾ എത്തുന്നില്ല ഗൈസ്. അല്ലാണ്ട് നമ്മുടെ കുറ്റമൊന്നല്ല. കണ്ടോ, നമ്മൾ എറിയുമ്പോൾ അങ്ങോട്ട് പോകണുള്ളൂ, അതിന് വെയിറ്റ് ഇല്ല. എല്ലാവർക്കും ഒന്നല്ല അങ്ങനെയല്ല കേട്ടോ, കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവായിരിക്കും, നമുക്ക് പറ്റാണ്ടാണ്. അങ്ങനെ ആദിയുടെയും മാമിയുടെയും ട്രയലിന് ശേഷം ഞാനും കയറി ചമ്മി തോറ്റ് തിരിച്ചു പോന്നു കേട്ടോ. എനിക്ക് ഇത് ഗെയിമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അന്ന് അത്ര വലിയ കോൺസെൻട്രേഷനിലെ കാര്യങ്ങളൊക്കെ ഒന്നല്ല ചെയ്തത്, അല്ലാണ്ട് കിട്ടാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.